സംസ്ഥാനത്ത് 10 വർഷത്തിനുള്ളിൽ കിഫ്ബി മുഖേന 1,16,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറന്മുള മണ്ഡലത്തിലെ പൂർത്തീകരിച്ച 8 റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നാഷണൽ ഹൈവേ, MC റോഡ് വികസനം, വയനാട് തുരങ്കപാത, ദേശീയ ജലപാത ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ സാധ്യമായി. ലോകത്താകെ അറിയപ്പെടുന്ന വിധം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. രാജ്യത്ത് ആദ്യമായി ലൈവ് സയൻസ് പാർക്ക് കേരളത്തിലെത്തി. ഡിജിറ്റൽ സയൻസ് പാർക്കും സാധ്യമാകുന്നു. മെഡിക്കൽ കോളേജ് വികസനം ഉൾപ്പെടെ സംസ്ഥാനത്തിന് മുന്നേറ്റമുണ്ടായി. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി. പദ്ധതികൾ കടലാസിൽ ഒതുങ്ങാതെ പ്രാബല്യത്തിലെത്തുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചു. സമാധാനത്തിന്റെ പുരോഗതി എല്ലാ ജില്ലയിലും വ്യക്തമാണ്. ഒരു ദശാബ്ദ കാലത്തിനുള്ളിൽ ബൃഹത് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. പശ്ചാത്തല വികസനത്തിൽ സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടായതായി അധ്യക്ഷ പ്രസംഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാടിന്റെ ആവശ്യവും സ്വപ്നവുമായ തുമ്പമൺ കുളനട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണ്ണാർക്കടവ് പാലം പൊതുജനങ്ങൾക്കായി അടുത്ത വാരം തുറന്നു നൽകുമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു റോഡ് പോലും BMC ടാറിങ് ചെയ്തത് ഉണ്ടായിരുന്നില്ല. അതായത് ആധുനിക നിലയിൽ നമ്മൾ രാജ്യാന്തര നിലവാരത്തിൽ എന്ന് പറയും. കാരണം നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റോഡുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആറന്മുള നിയോജക മണ്ഡലം ഏറ്റവും കൂടുതൽ റോഡ് നീളമുള്ള, അല്ലെ റോഡുകൾക്ക് നീളം ഉള്ള മണ്ഡലമാണ്. നമ്മുടെ ടോട്ടൽ ലെങ്ത് എടുത്ത് നോക്കുമ്പോൾ 387 കിലോമീറ്റർ നീളമുള്ള റോഡ് ആറന്മുള നിയോജക മണ്ഡലത്തിലുണ്ട്. സാധാരണ പല നിയോജക മണ്ഡലങ്ങളെ നോക്കുമ്പോൾ 100 മീറ്ററിൽ താഴെ നീളമുള്ള റോഡുകളുള്ള നിയോജക മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 3 നിയോജക മണ്ഡലങ്ങളുടെ അത്രയും റോഡുകൾ നമ്മുടെ ആറന്മുളയിലുണ്ട്. അത്രയും പഞ്ചായത്തുകൾ നമുക്കുണ്ട്. അതായത് 12 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയുമാണ്. വയറപ്പുഴ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലയിലും മണ്ഡലത്തിൽ ജനക്ഷേമം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ സാധ്യമായി. ആറന്മുള മണ്ഡലത്തിലെ 69 റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മിച്ചതായും മന്ത്രി പറഞ്ഞു. KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സവിത അജയകുമാർ, കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി ഭദ്രൻ, അംഗങ്ങളായ PT സുരേഷ്, M. എലിസബത്ത്, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G. ബാബുരാജൻ, KSTP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെമേഴ്സൺ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.